തന്മയ GMRS പൂക്കോട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ജൂൺ 19 സിക്കിൾ സെൽ അനീമിയ ദിനമായി ആചരിക്കുന്നു. സിക്കിൾ സെൽ അനീമിയ എന്നാൽ അരിവാൾ രോഗമെന്നാണ്. അരിവാൾ രോഗത്തെ പറ്റി നാട്ടുവൈദ്യൻ സുനിൽ വായവറ്റ നമ്മളോട് സംസാരിക്കുന്നു. ഞാൻ വീട്ടിൽ തന്നെയാണ് ചികിത്സ ചെയ്യുന്നത്. നമുക്ക് ഏകദേശം കുറേ ഐറ്റം മരുന്ന് തോട്ടം തന്നെയുണ്ട്. അത്യാവശ്യമുള്ള ചെടികളൊക്കെ നമ്മൾ അതിൽ തന്നെ കളക്ട് ചെയ്യുന്നതാണ് മരുന്നുകൾ. പിന്നെ കുറച്ചൊക്കെ ഫോറസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്യും. ചികിത്സാ രീതി എന്ന് വെച്ചാൽ പലതരം ചികിത്സകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ആദിവാസി സമൂഹത്തിൽ വരുന്നൊരു അസുഖമാണ് ഈ അരിവാൾ രോഗം, സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയയ്ക്ക് ഇപ്പോൾ നിലവിൽ ട്രീറ്റ്മെൻ്റ് ഉള്ളവരുണ്ട്, അല്ലാതെ മാറിപ്പോയവരുണ്ട്. ആ തുടക്കത്തിലേ നമ്മൾ ചികിത്സ ചെയ്യണം. അത് ചെറുപ്രായത്തിൽ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചെറുപ്രായത്തിൽ നമ്മൾ ഒരു 20 വയസ്സിൻ്റെ ഉള്ളിൽ നമുക്കത് പൂർണ്ണമായും മാറ്റും. ഇതിൽ ചേരുന്ന മരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേറ്റം മരുന്നല്ല അതിൽ ചേരുന്നത്. അത് കുറേ ഐറ്റം മരുന്നുകൾ കൂട്ടിയിട്ടാണ് മരുന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ അത് കുട്ടികളുടെ ചികിത്സ, മെയിനായിട്ട് കുട്ടികളുടെ ചികിത്സയാണ് നമ്മൾ ചെയ്യുന്നത്. പാരമ്പര്യമായിട്ട് കുട്ടികളുടെ ചികിത്സ തന്നെയായിരുന്നു. അപ്പോൾ കുട്ടികളുടെ ചികിത്സയിൽ നമ്മൾ എന്നുവെച്ചാൽ കുട്ടികൾക്കൊരു ജനിച്ചൊരു 14 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മരുന്ന് കൊടുക്കും. അപ്പോൾ എൻ്റെ കുട്ടികൾക്കും ഞാനത് ആണ് കൊടുത്ത് ഒന്ന് പോകുന്നത്. കുട്ടികൾക്ക് അങ്ങനെ പനി, അങ്ങനെ ഇടയ്ക്കൊക്കെ വരുന്ന പനികൾ, അങ്ങനെ വരുന്ന ശരീരത്തിനുണ്ടാകുന്ന ചൂട്, തലയ്ക്കുണ്ടാകുന്ന ചൂട്, അത് നമ്മൾ ആ മരുന്നുള്ളിലേക്ക് കഴിക്കുക. അതുപോലെ തന്നെ ഉള്ളിൽ മൂർധാവിലിടുക, പുറത്തും വയറിലൊക്കെ പുരട്ടുക. അത് തുടർച്ചയായിട്ട് മാസത്തിലൊരു 14 ദിവസം വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിധമുള്ള അസുഖമൊന്നും കുട്ടികൾക്ക് തന്നെ ഉണ്ടാകാറില്ല. പനി പോലത്തെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഞാനതിനോട് ഞാനും ചെറുപ്പന്മാർ ഇതാണ് മരുന്നാണ്, അതൊക്കെ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഒക്കെ ഉണ്ട്. അത് ചെയ്യുമ്പോൾ നമ്മൾ കിഴാർന്നില്ല. അതുപോലെ ഞങ്ങൾ പറയും കാരപ്പൻ എന്ന് പറയും. കാരപ്പൻ്റെ ഇല മൺചട്ടീൻ്റെ മാതിരി ഇല മരുന്നപ്പെട്ടി മാതിരി ഒരു വള്ളിയാണ് അത്. പിന്നെ അതിൽ ഈ ആനച്ചുവടി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ എന്താണ് ഉണക്കിൻ്റെ ഇല, അങ്ങനെ കുറേ ഐറ്റം ഇലകൾ ചേർന്നിട്ടാണ് അതിനുള്ള സ്പെഷ്യലായിട്ടുള്ള മരുന്ന് ഉണ്ടാകുന്നത്. ഇത് ചില കുട്ടികൾക്ക് അത് ഇരുമ്പിൻ്റെ ശക്തി കുറവുണ്ടെങ്കിൽ നമ്മൾ ഇത് ശർക്കരയിൽ കൊടുക്കും. ആ മരുന്ന് ശർക്കര. പിന്നെ നമ്മൾ ജീരവെള്ളത്തിലാണ് കൊടുക്കുന്നത്. ജീരകം ചേർത്തരച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ജീരവെള്ളത്തിൽ മരുന്ന് കൊടുക്കുക. നിരവധി മാറിപ്പോയ കുട്ടികൾ, ചികിത്സയിലുള്ള കുട്ടികൾ മാറിയവരുണ്ട്. ഇപ്പോൾ തുടർന്ന് ഇത് കഴിക്കുന്നവരുണ്ട്. നമ്മളൊരു പ്രായമുണ്ട്, ആ പ്രായത്തിനുള്ളിൽ നമ്മളിത് മാറ്റിയെടുക്കും. ഈ സിക്കിൾ സെൽ അനീമിയ